മൈക്രോസോഫ്റ്റ് എക്സൽ ട്യൂട്ടോറിയൽ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗ്രേഡ് ഷീറ്റ് എങ്ങനെയാണ് പ്രിൻ്റ് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഗ്രേഡ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള മാർക്ക് ലിസ്റ്റാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. സീരിയൽ നമ്പർ, നെയിം, മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3 ഇത്രയും ഡാറ്റ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ടോട്ടൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ലാസ്റ്റ് ക്ലാസ്സിൽ പ്രിൻ്റ് ചെയ്ത ഡിഫൈൻ ചെയ്ത ടോട്ടൽ മാർക്കാണ്. സോ ഒരു പെർട്ടിക്കുലർ സ്റ്റുഡൻറ്റിൻ്റെ ടോട്ടൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് സെൽ സെലക്ട് ചെയ്യാം, താഴെ ഡ്രാഗ് ചെയ്യുക. സോ ഓട്ടോ ഫിൽ എന്ന് പറയുന്ന ഓപ്ഷൻ ബേസ് ചെയ്തുകൊണ്ട് ഫീച്ചർ യൂസ് ചെയ്തുകൊണ്ട് ബാക്കി എല്ലാ സെല്ലിലും സെയിം ഓപ്പറേഷൻ പെർഫോം ചെയ്തതായി കാണാം. സോ നെക്സ്റ്റ് ചെക്ക് ചെയ്യുന്നത് പാസ് ഓർ ഫെയിൽ. ടോട്ടൽ മാർക്ക് ബേസ് ചെയ്തുകൊണ്ട് സ്റ്റുഡൻറ്റ് പാസ്സാണോ ഫെയിലാണോ എന്ന് ചെക്ക് ചെയ്യാം. സോ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് അല്ലെങ്കിൽ ഓപ്പറേഷനാണ് ഈഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. സോ ഈഫ് ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഈഫിൻ്റെ ജനറൽ ഫോർമാറ്റ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഈക്വൽ ടു, എപ്പോഴും ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ഈക്വൽ ടു എന്ന് മെൻഷൻ ചെയ്യാം. ഈഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഈ ഒരു ബ്രാക്കറ്റിൻ്റെ അകത്താണ് നിങ്ങളുടെ കണ്ടീഷൻ, ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്, ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് ഇത്രയും ടേംസ് മെൻഷൻ ചെയ്യേണ്ടത്. സോ ഈഫ് ഫസ്റ്റ് സ്പെസിഫൈ യുവർ കണ്ടീഷൻ. ഏത് കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് കണ്ടീഷൻ മെൻഷൻ ചെയ്യാം. സോ നമ്മുടെ കണ്ടീഷൻ ടോട്ടൽ മാർക്ക് ഗ്രേറ്റർ ദാൻ ഒരു പെർട്ടിക്കുലർ വാല്യൂ ആണെങ്കിൽ പാസ് എന്ന് പ്രിൻ്റ് ചെയ്യാം, അതർവൈസ് പ്രിൻറ്റ് ഫെയിൽ. സോ ടോട്ടൽ മാർക്ക് ഫസ്റ്റ് കണ്ടീഷൻ മെൻഷൻ ചെയ്യാം. ഈഫ് ടോട്ടൽ മാർക്ക് ഈസ് ഗ്രേറ്റർ ദാൻ, ഞാനൊരു പെർട്ടിക്കുലർ വാല്യൂ എടുക്കുകയാണ്, സപ്പോസ് 140. ഇഫ് ടോട്ടൽ മാർക്ക് ഈസ് ഗ്രേറ്റർ ദാൻ 140, ദെൻ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്താണോ പ്രിൻ്റ് ചെയ്യേണ്ടത് ഡബിൾ കോഡ്സിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുക, പാസ്, ഫസ്റ്റ് കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എന്താണോ പ്രിൻ്റ് ചെയ്യേണ്ടത് ദെൻ കറസ്പോണ്ടിങ് ടെക്സ്റ്റ് ഡബിൾ കോഡ്സിൻ്റെ അകത്ത് അഗെയിൻ മെൻഷൻ ചെയ്യുക, ഫെയിൽ. സോ ഈഫ് ഫസ്റ്റ് മെൻഷൻ യുവർ കണ്ടീഷൻ, ദെൻ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ വാട്ട് വിൽ ബി ദി ഔട്ട്പുട്ട്, എന്താണ് ഔട്ട്പുട്ട് അത് ഡബിൾ കോഡ്സിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുക, കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എന്താണോ ഔട്ട്പുട്ടായിട്ട് പ്രിൻ്റ് ചെയ്യേണ്ടത് ലാസ്റ്റ് മെൻഷൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൈക്രോസോഫ്റ്റ് എക്സൽ നമുക്ക് ഇവിടെ വെച്ച് കണ്ടീഷൻ ചെക്ക് ചെയ്യാം. സോ ഫസ്റ്റ് ഞാനൊരു ഹെഡിങ്, കോളത്തിനൊരു ഹെഡിങ് കൊടുക്കുകയാണ്, പാസ് ഓർ ഫെയിൽ. സോ ഫസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ സെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ട് കൾസർ പ്ലേസ് ചെയ്യുക. സോ ഇവിടെയാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടത്, ഈസ് ഈക്വൽ ടു ഈഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. സോ ഫസ്റ്റ് വാട്ട് ഈസ് യുവർ കണ്ടീഷൻ. സോ നേരത്തെ നമ്മൾ ഡിഫൈൻ ചെയ്ത കണ്ടീഷൻ ഈഫ് ടോട്ടൽ മാർക്ക് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 140 ദെൻ പ്രിൻറ്റ് പാസ്. സോ ഫസ്റ്റ് ടോട്ടൽ മാർക്ക്, ഫസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ ടോട്ടൽ മാർക്ക് ഈ ഒരു സെല്ലിൻ്റെ അകത്താണ്, സെല്ല് സെലക്ട് ചെയ്യുക, ദെൻ കണ്ടീഷൻ മെൻഷൻ ചെയ്യുക, ടോട്ടൽ മാർക്ക് H4, ടോട്ടൽ മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 140, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ പ്രിൻ്റ് ചെയ്യേണ്ട മെസ്സേജ് ടെക്സ്റ്റ് ഡബിൾ കോഡ്സിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുക, പാസ്, ഫസ്റ്റ് കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എന്താണോ ഔട്ട്പുട്ടായിട്ട് വേണ്ടത് കറസ്പോണ്ടിങ് ടെക്സ്റ്റ് ഡബിൾ കോഡ്സിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുക, ഫെയിൽ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. സോ ഫസ്റ്റ് സെല്ല് ഒന്നുകിൽ ഇവിടെ തന്നെ കണ്ടീഷൻ കംപ്ലീറ്റ് മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഈ പറയുന്ന ഫോർമുല ബാറിൻ്റെ അകത്ത് നിങ്ങൾക്ക് കണ്ടീഷൻ മെൻഷൻ ചെയ്യാവുന്നതാണ്. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യാം. സോ ഫസ്റ്റ് സ്റ്റുഡൻറ്റ് ബിലോ 140 ആണ്, 112. സോ അവിടെ ഫെയിൽ എന്ന് പ്രിൻ്റ് ചെയ്തു. ദെൻ കറസ്പോണ്ടിങ് സെല്ല് സെലക്ട് ചെയ്യുക, ഓട്ടോ ഫിൽ ഫീച്ചർ ബാക്കി എല്ലാ സെല്ലിലും കറസ്പോണ്ടിങ് സെല്ലിൽ ഡ്രാഗ് ചെയ്യുക. സോ സെയിം ഓപ്പറേഷൻ ബാക്കി എല്ലാ സെല്ലിൻ്റെ അകത്തും പെർഫോം ചെയ്ത് കാണും. 155 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 140, ദർഫോർ ഹിയർ പാസ്, 165 പാസ്, 143 പാസ്, 120 ഫെയിൽ. സോ ഈ ഒരു വാലാണ് പാസ് ഓർ ഫെയിൽ ഈഫ് കണ്ടീഷൻ ബേസ് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. സോ ഈഫ് കണ്ടീഷൻ ഈ ഒരു എക്സ്പ്രഷൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യാം. ഒരു പെർട്ടിക്കുലർ കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട് ട്രൂ ഫാൾസ് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മോർ ദാൻ 2 അവിടെ നെസ്റ്റഡ് ഈഫ് എൽസ് എന്ന് പറയുന്ന നെക്സ്റ്റഡ് ഈഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. സോ നെക്സ്റ്റഡ് ഈഫ് ആണെങ്കിൽ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് നിങ്ങൾക്ക് അറ്റ് എ ടൈം ചെക്ക് ചെയ്യാം. സോ ഇവിടെ സിംഗിൾ ഈഫ് ആണെങ്കിൽ ഈഫ്
കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ പ്രിൻ്റ് ചെയ്യേണ്ടത് സെക്കൻഡ് മെൻഷൻ ചെയ്യുക. കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ പ്രിൻ്റ് ചെയ്യേണ്ടത് ലാസ്റ്റ് മെൻഷൻ ചെയ്യുക. കോമ വെച്ച് കോമ ഓപ്പറേറ്റർ യൂസ് ചെയ്ത് ഓരോ സ്റ്റേറ്റ്മെൻറ്റിനെയും സെപ്പറേറ്റ് ചെയ്യുക. നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഗ്രേഡാണ്. സ്റ്റുഡൻസിൻ്റെ ഗ്രേഡ് ടോട്ടൽ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ഗ്രേഡ് എ ബി സി ഡി പ്രിൻ്റ് ചെയ്യാം. സോ ഹെഡിങ് ഫസ്റ്റ് മെൻഷൻ ചെയ്യാം ഗ്രേഡ്. ദെൻ ഗ്രേഡ് മൾട്ടിപ്പിൾ കണ്ടീഷനാണ് അവിടെ ചെക്ക് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഞാൻ കണ്ടീഷൻ ഇവിടെ മെൻഷൻ ചെയ്യാണ്. സോ ഗ്രേഡ് ഇങ്ങനെയാണ് ഗ്രേഡ് പ്രിൻ്റ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ടോട്ടൽ മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 155 ആണെങ്കിൽ എ ഗ്രേഡ് എന്ന് പ്രിൻ്റ് ചെയ്യണം. എ ഗ്രേഡ്. ദെൻ ഇഫ് ടോട്ടൽ മാർക്ക് ലൈസ് ബിറ്റ്വീൻ 155 ആൻഡ് 140, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 140 ആൻഡ് ലെസ് ദാൻ 155 അങ്ങനെയാണെങ്കിൽ ബി ഗ്രേഡ്. ദെൻ 120 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 120 ആൻഡ് ലെസ് ദാൻ 140 അങ്ങനെയാണെങ്കിൽ സി ഗ്രേഡ്, അതർവൈസ് ഡി ഗ്രേഡ്. ഈ ഒരു വാലാണ് കണ്ടീഷൻ മെൻഷൻ ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഈഫ് കണ്ടീഷൻ അവിടെ മെൻഷൻ ചെയ്യാം. ഈഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. സോ ഫസ്റ്റ് കണ്ടീഷൻ മെൻഷൻ ചെയ്യുക ടോട്ടൽ മാർക്ക്. ഇഫ് ടോട്ടൽ മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു 155 കണ്ടീഷൻ മെൻഷൻ ചെയ്തു, കൊമ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്താണ് പ്രിൻ്റ് ചെയ്യേണ്ടത്? കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എ ഗ്രേഡ് എന്ന് പ്രിൻ്റ് ചെയ്യണം. സോ എ ഗ്രേഡ് ഓർ എ ക്ലോസ് ചെയ്യുക, കൊമ. ദെൻ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ, സോ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഈഫ് കണ്ടീഷൻ, കൊമ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ പ്രിൻ്റ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്, കൊമ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ, ഓക്കെ ഫാൾസ് കേസിൽ, ഓക്കെ. സോ ഇവിടെ മൾട്ടിപ്പിൾ നെസ്റ്റഡ് ഈഫ് എൽസ് എന്ന് പറയുന്ന കണ്ടീഷനാണ് യൂസ് ചെയ്യുന്നത്. സോ ഇഫ് ദാറ്റ് കണ്ടീഷൻ ബിക്കം ഫാൾസ്, കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ നെക്സ്റ്റ് അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യാം. ദറ്റ് ഈസ് കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ അഗെയിൻ നെക്സ്റ്റ് ഈഫ് വെച്ച് കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ഇഫ് ടോട്ടൽ മാർക്ക് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു 140, ഓക്കെ. സോ നേരത്തെ ഡിഫൈൻ ചെയ്തത് ടോട്ടൽ മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു 155 ആണെങ്കിൽ എ ഗ്രേഡ്. കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ഇഫ് ടോട്ടൽ മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 140, സോ 140 മുതൽ 155 വരെയാണ് ഇവിടെ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യുക. 140 ആണെങ്കിൽ, കൊമ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ പ്രിൻ്റ് ചെയ്യേണ്ടത് ഗ്രേഡ് ഈക്വൽ ടു ബി ആണ്. സോ പ്രിൻ്റ് ചെയ്യേണ്ട അതേ ഫോർമാറ്റ് ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുക, കൊമ. സോ സെക്കൻഡ് കണ്ടീഷൻ, ഇതാണ് സെക്കൻഡ് കണ്ടീഷൻ. കണ്ടീഷൻ മെൻഷൻ ചെയ്തു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബി പ്രിൻ്റ് ചെയ്യണം. സെക്കൻഡ് കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എന്താണോ ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ടത്, കോമ വെച്ചതിന് ശേഷം ഓപ്പറേഷൻ മെൻഷൻ ചെയ്യാം. സോ സെക്കൻഡ് കണ്ടീഷനും ഫാൾസ് ആണെങ്കിൽ ടോട്ടൽ മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു 140 ഫാൾസ് ആണെങ്കിൽ ചെക്ക് തേർഡ് കണ്ടീഷൻ. ഓക്കെ. സോ തേർഡ് കണ്ടീഷൻ എന്താ? ഈഫ്, നെക്സ്റ്റ് ഈഫ് സ്റ്റാർട്ട് ചെയ്യുക. ഈഫ് ടോട്ടൽ മാർക്ക് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു 120 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ, കൊമ പ്രിൻ്റ് ചെയ്യേണ്ടത് സി ഗ്രേഡ്, സി, കൊമ. ദെൻ നെക്സ്റ്റ് കണ്ടീഷൻ എ ബി സി 3 ഗ്രേഡാണ് കണ്ടീഷൻ. ദെൻ ബിലോ 120 ആണെങ്കിൽ ഡി ഗ്രേഡ് എന്ന് പ്രിൻ്റ് ചെയ്യാം. സോ ഇതാണ് നിങ്ങളുടെ ലാസ്റ്റ് കണ്ടീഷൻ. ഇഫ് ടോട്ടൽ മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 120 കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സി ഗ്രേഡ്. കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ, അതായത് ബിലോ 120 ആണെങ്കിൽ ഡി ഗ്രേഡ് എന്ന് പ്രിൻ്റ് ചെയ്യണം. സോ ഡി എന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ. അതിനുശേഷം എത്ര ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ അത്രയും ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇവിടെ 1 2 3 3 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ 3 ബ്രാക്കറ്റും ക്ലോസ് ചെയ്യുക. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷീറ്റിൽ ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യാം. സോ ഇവിടെയാണ് ഫസ്റ്റ് ഗ്രേഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈക്വൽ ടു ഈഫ്, സോ ഒന്നുകിൽ ഇവിടെ തന്നെ കംപ്ലീറ്റ് ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ മെൻഷൻ ചെയ്താൽ മതിയാകും. ഈഫ് ഫസ്റ്റ് കണ്ടീഷൻ ടോട്ടൽ മാർക്ക്, ഇവിടെയാണ് ടോട്ടൽ മാർക്ക്. സോ സെല്ല് സെലക്ട് ചെയ്യാം. ഇഫ് ടോട്ടൽ മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു 155 കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്താണോ പ്രിൻ്റ് ചെയ്യേണ്ടത്
കോമ വെച്ച് മെൻഷൻ ചെയ്യാം. പ്രിൻ്റ് ചെയ്യേണ്ടത് എ ഗ്രേഡ്. കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ ചെക്ക് അനദർ കണ്ടീഷൻ. ഏത് കണ്ടീഷനാണ് പെർഫോം ചെയ്യേണ്ടത്? അഗെയിൻ ഈഫ് വെച്ച് നേരത്തെ ഡിഫൈൻ ചെയ്ത പോലെ ചെക്ക് ചെയ്യുക. ഈഫ് അഗെയിൻ ടോട്ടൽ മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു, അടുത്ത കണ്ടീഷൻ ടോട്ടൽ മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 140. സെക്കൻഡ് കണ്ടീഷനാണ് ട്രൂ എങ്കിൽ കോമ പ്രിൻ്റ് ചെയ്യേണ്ടത് ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുക. പ്രിൻറ്റ് ഗ്രേഡ് ഈക്വൽ ടു ബി കോമ ദെൻ സെക്കൻഡ് കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എന്താണോ പ്രിൻ്റ് ചെയ്യേണ്ടത്? സോ സെക്കൻഡ് കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ നെക്സ്റ്റ് അടുത്ത കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്യുക. ഈഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ടോട്ടൽ മാർക്ക് H4ൻ്റെ അകത്തുള്ള വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു 120 ആണെങ്കിൽ എന്താണോ പ്രിൻ്റ് ചെയ്യേണ്ടത് ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുക. കോമ ലാസ്റ്റ് കണ്ടീഷനും ഫാൾസ് ആണെങ്കിൽ, കണ്ടീഷൻ കഴിഞ്ഞു, 3 കണ്ടീഷനാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ ലാസ്റ്റ് കണ്ടീഷൻ ഫാൾസ് കേസിലേക്കാണെങ്കിൽ എന്താണോ പ്രിൻ്റ് ചെയ്യേണ്ടത് ലാസ്റ്റ് മെൻഷൻ ചെയ്യുക ഡി ഗ്രേഡ്. സോ ഇവിടെ ടോട്ടൽ 1 2 3 ബ്രാക്കറ്റാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. എല്ലാ ഓപ്പറേഷനും പെർഫോം ചെയ്തതിന് ശേഷം 3 ബ്രാക്കറ്റും ക്ലോസ് ചെയ്യുക. 1 2 3 ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുക. സോ ഫസ്റ്റ് സെല്ലിൽ ഓട്ടോമാറ്റിക്കലി ഡി പ്രിൻ്റ് ചെയ്തു. സോ സെല്ല് സെലക്ട് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. സോ സെയിം ഓപ്പറേഷൻ ബാക്കി എല്ലാ സെല്ലിലും പെർഫോം ചെയ്ത് കാണാം. 155 ഈക്വൽ ടു ആൻഡ് എബോ എ ഗ്രേഡ്, 165 എ ഗ്രേഡ്, 143 ബി ഗ്രേഡ്, 120 സി ഗ്രേഡ്. ഈ ഒരു വാല്യാണ് ഗ്രേഡ് ഷീറ്റ് ഡിഫൈൻ ചെയ്യുക. സോ ഒരു ക്ലാസ് റൂമിനകത്ത് 50 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ മാനുവലായിട്ട് ഗ്രേഡ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിംഗ് ആണ്. ഒരുപാട് ഓപ്പറേഷൻ നിങ്ങൾ പെർഫോം ചെയ്യണം. സോ ഈ ഒരു വാല്യൂ എക്സൽ ഷീറ്റ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രേഡ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്റ്റുഡൻസിൻ്റെയും ഗ്രേഡ് ഈസി ആയിട്ട് ഓട്ടോ ഫിൽ എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ഒരു വാല്യൂ ഗ്രേഡ് കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ അകത്ത് ഓട്ടോ സം എന്ന് പറയുന്ന ഓപ്ഷൻ കൂടിയുണ്ട്. ഓട്ടോ സം ഓട്ടോമാറ്റിക്കലി ആഡ് ഓൾ ദി വാല്യൂസ്, അതിൻ്റെ ഷോർട്ടാണ് ഓട്ടോ സം. സോ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം ടോപ്പിലുള്ള എല്ലാ സെല്ലിൻ്റെയും വാല്യൂസ് ഡയറക്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ സെല്ല് സെലക്ട് ചെയ്യുക, ദെൻ ഫോർമുല സെലക്ട് ചെയ്യുക. ഇവിടെ ഒരു ഓട്ടോ സം ഓപ്ഷൻ കാണാം, ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടും ഇവിടെ സം പെർഫോം ചെയ്ത് കാണാം. ഇസ് ഈക്വൽ ടു 112 പ്ലസ് 155 പ്ലസ് 165 പ്ലസ് 143 പ്ലസ് 120 വിച്ച് ഈസ് ഈക്വൽ ടു 695. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾക്ക് സം എന്ന് പറയുന്ന നേരത്തെ ഡിഫൈൻ ചെയ്ത പ്രീ ഡിഫൈൻ ഫംഗ്ഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ പ്ലസ് യൂസ് ചെയ്യാം, ഓർ അതർവൈസ് യു ക്യാൻ യൂസ് ദിസ് ഓപ്ഷൻ ഓട്ടോ സം.